ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു നിരാശയാണ് ഇപ്പോൾ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യം ഇൻ ദ സെൻസ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ള രീതിയിലല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ അതിലൊന്ന് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു വിജയം കാണുന്നില്ല. അതിൽ നിങ്ങൾക്ക് കാര്യമായ നിരാശകളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കാരണം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജിയും ഈ രണ്ട് കാര്യങ്ങളും ഒട്ടും അലൈൻഡ് അല്ല. ഓക്കെ, ഓരോ കാര്യത്തിനും ഈ ഭൂമിയിലുള്ള ഓരോന്നിനും ഒരു എനർജി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവിനും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനും ഒരു എനർജി ഉണ്ട്. ആ എനർജിയും നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. അത് ഒരേപോലെ ആവണമെങ്കിൽ അലൈൻഡ് ആകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. അത് ആദ്യമായി പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു റുട്ടീൻ വേണം. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. ഓക്കെ, എഴുന്നേൽക്കാൻ ഒരു കൃത്യസമയം വെക്കുക, കിടന്ന് ഉറങ്ങാനായിട്ട് ഒരു കൃത്യസമയം വെക്കുക. നേരത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കാലത്ത് എണീറ്റ് തൊട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുക. ആ ലിസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെൽത്തി ഫുഡ് അത് കൃത്യസമയങ്ങളിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. വ്യായാമം ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ലൈഫിന് ഒരു റുട്ടീൻ വേണം, ഒരു ഓർഡർ വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. ഓക്കെ, അത് ഹെൽത്തി അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിനൊരു ഓർഡർ വെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഈ പ്രസന്റ് മൊമെന്റിൽ നിന്നുകൊണ്ട് കാരണം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, നമ്മുടെ ആ ടു ഡു ലിസ്റ്റ് ഒക്കെ ഫോക്കസ് ചെയ്ത് അത് ചെയ്യുക, അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധ നമ്മുടെ ഇന്നിലായിരിക്കും, നാളെയിലോ കഴിഞ്ഞു പോയതിലോ ആയിരിക്കില്ല. ഓക്കെ, അതേപോലെ അതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾ അർഹിക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ അർഹിക്കുന്നതാണ് എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കണം. ആ ഒരു വാല്യൂ അത് അത്തരത്തിലുള്ള ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് അർഹതയുണ്ട് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വിശ്വാസത്തിന് ഉയർത്തിക്കൊണ്ട് വരണം. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് നിങ്ങൾ എനർജറ്റിക്കലി കണക്റ്റഡ് ആകുക. അപ്പോൾ വൈകാതെ തന്നെ ആ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ റിയാലിറ്റിയായി മാറുന്നതാണ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ചന്ദ്രകണ്ഠ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.